ഹായ് വെൽക്കം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിഷ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിയ ഉടനെ നമുക്ക് മുളകിടാം. ചുമന്ന മുളക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുന്ന ഉടനെ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇടുകയാണ്. പിന്നെ കുറച്ച് പെരുംജീരകമല്ല, ചെറിയ ജീരകം ഇട്ടു. ഒരു നുള്ളി ചെറിയ ജീരകം, പിന്നെ ഒരു നുള്ളി അയമോദകം, അജ്വൈനും കൂടെ ഇട്ടു. എന്നിട്ടെല്ലാം കടുക് വറക്കുന്നത് ഏകദേശമായി. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുഞ്ഞതായിട്ട് കണ്ടിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അത് വേണമെന്നില്ല, ഇതൊക്കെ ഓപ്ഷനാണ്, സമയമുള്ളവർ മാത്രം ചെയ്യുക. അതങ്ങോട്ട് ഇത് ശരിക്കും മാറ്റി വെച്ചിട്ട് പിന്നെ ചേർത്താലും മതി. ഞാൻ എൻ്റെ കൂടി അങ്ങ് ചേർക്കുവാണ്. എന്നിട്ട് സവാള വലുതായിട്ട് കട്ട് ചെയ്തത് 2 എടുത്ത് അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണ്. എന്നുവെച്ചാൽ ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. അതവിടെ കിടന്ന് ഒന്ന് ഫ്രൈ ആകുന്നതിന് ഇടയിൽ നമുക്ക് ഈ 2 വഴുതനങ്ങ ബ്രിഞ്ചാൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന വിധം ഇങ്ങനെയാണ്. ഇതേപോലെ സർക്കിൾ കട്ട് ചെയ്യുക. സർക്കിൾ കട്ട് ചെയ്തതിന് ശേഷം ഇടയ്ക്ക് വീണ്ടും 2 കട്ട് ചെയ്യുക എന്നെടുക്കുന്ന. എന്നിട്ട് 2 കട്ട് ചെയ്തത് ഇങ്ങനെ വരും. അപ്പോൾ വീണ്ടും അത് ഒന്നും കൂടെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യുക. ഉണ്ടോ? ഈ രീതിയിലാണ് എല്ലാം കട്ട് ചെയ്യുന്നത്. അപ്പം 2 വഴുതനങ്ങ എടുക്കുകയാണെങ്കിൽ 2 സവാള വേണം, 2 തക്കാളി വേണം. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ഞാൻ എടുത്തു. ഇത് എനിക്കിവിടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് കിട്ടിയത് കാരണം നല്ല ബ്രിഞ്ചാളാണ്, ഇത് പുഴുവൊന്നുമില്ല. അപ്പം എന്നിട്ട് സവാള ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് സ്വല്പം ഒന്ന് ഇളക്കുക. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. സ്വല്പം ഇളക്കി കഴിഞ്ഞ് 1 സ്പൂൺ മുളക് പൊടി. ഇതെൻ്റെ കാശ്മീരി ചില്ലിയാണ്. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതിൻ്റെ വിലയാണ് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്ത് കഴിയുന്ന ഉടനെ സോൾട്ട് ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് ഇടുകയാണ്. തൽക്കാലം, വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. അതും കൂടി ഇട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരുന്ന 2 ടൊമാറ്റോ അങ്ങോട്ട് ഇടുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ കിടന്നൊന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, വഴന്ന് വരട്ടെ. അപ്പോൾ എന്താ ഇതേപോലെയാണ്. ഏകദേശം വഴന്ന ശേഷം ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഏകദേശം വഴന്നു. ഇനി നമ്മൾക്ക് വഴുതനങ്ങ അങ്ങോട്ടിടാം. വഴന്ന ശേഷം മാത്രം വഴുതനങ്ങയായിട്ട് കുറച്ച് നേരം ഒന്ന് എല്ലാം കൂടി ഒന്ന് സ്റ്റർ ചെയ്തെടുക്കുക, ഒന്ന് കറക്കിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കറക്കണം. ഞാൻ 2 വഴണയില അല്ലെങ്കിൽ തേജ്പത്ത അങ്ങോട്ടിടുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ്. ഇത് ഇടയ്ക്ക് വേണമെങ്കിൽ വഴുതനങ്ങയുടെ അടിയിലോട്ട് കയറ്റിയത്, ഏറ്റവും അടിയിലോട്ട് ബേ ലീഫ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് അരപ്പ് ചേർക്കാം. ഇപ്പോൾ ഏകദേശം ഈ രീതിയിലൊന്ന് വഴന്ന് വന്നു. അപ്പോൾ ഈ രീതിയിലൊന്ന് വഴന്ന് വന്നപ്പോൾ ഏകദേശം വഴന്ന് റെഡിയായി. ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുവാണ്. നിങ്ങൾക്ക് വേണമെന്നില്ല, ഇതിനായിട്ട് ഇപ്പോൾ ഒലിവ് ഓയിൽ വാങ്ങാൻ പോകണമെന്നില്ല. ഒലിവ് ഓയിൽ വീട്ടിലുണ്ടെങ്കിൽ ഇതിനൊരു 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്യും. എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് അമർത്തി വെക്കുക. തവിയും കൊണ്ട് ഒന്ന് അമർത്തി വെച്ച ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സദ്യയാണ്. അപ്പം നമ്മളെവിടെയെങ്കിലും യാത്ര പോകുമ്പം പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അതിനകത്ത് വെച്ച് ഇത് റോൾ ചെയ്ത് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഇങ്ങനെ അധികം വെള്ളമില്ലാതിരിക്കും. അപ്പം നമ്മൾ വീട്ടിൽ വെച്ചാണ് ഇത് കഴിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യും. ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയ ശേഷം ഒരു ജഗ്ഗിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കുറച്ച് വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ആഡ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം എടുത്തൊഴിക്കരുത്. നമ്മൾ നോക്കിയിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ നമുക്ക് സ്വല്പം ഗ്രേവി ആയിട്ട് കിട്ടും.
ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സിമ്മിലൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരത്തിന് ശേഷം ഇതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മൾക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇത് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. റൈസിൻ്റെ കൂടെയും നല്ലതാണ്, ബ്രെഡിൻ്റെ കൂടെയും നല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഈ വഴുതനങ്ങ അല്ല, പർപ്പിൾ കളറുള്ള വഴുതനങ്ങ ഇതുപോലെ വെക്കാം. പച്ചക്കാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഞാൻ പൂരിയുടെ കൂടെ ടേസ്റ്റ് ചെയ്യുകയാണ്. വളരെ നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരുടെ കൂടെയാണ് പഠിച്ചത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് ഡേ.